ഹലോ നമസ്കാരം. ഹാബിറ്റ് ബിൽഡിങ്ങിൽ എൻ്റെ അടുത്ത് ഏറ്റവും അധികം ആൾക്കാർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സബ്ജക്റ്റ് ഇതാണ്: പ്രോക്രാസ്റ്റിനേഷൻ. പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ ഒരിക്കലും സമയത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, സമയത്ത് തീർക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല ഗോളുകളും നമുക്ക് നേടാൻ സാധിക്കുന്നില്ല. എന്ത് ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ബാഡ് ഹാബിറ്റ്, നെഗറ്റീവ് ഹാബിറ്റിനെ എങ്ങനെ മാറ്റാമെന്നുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രോക്രാസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഞാൻ കാണുന്ന കാര്യം, അവരുടെ ലക്ഷ്യം വളരെ വലുതാണെന്നുള്ളതാണ്. വലിയ ഗോളുകളാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത്. ചിലപ്പോൾ വലിയ ഒരു പരീക്ഷ പാസ്സാകാനായിരിക്കാം, അല്ലെങ്കിൽ വലിയ ഒരു ജോലി കിട്ടാനായിരിക്കാം, അതല്ലെങ്കിൽ വലിയ രീതിയിൽ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് പലർക്കും തങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ചോദിക്കാൻ എങ്ങനെ ആണ് എനിക്ക് ചെയ്യാൻ സാധിക്കുക? എനിക്ക് ആഗ്രഹമുണ്ട്, ചെയ്യാനുള്ള പ്ലാനുമുണ്ട്, പക്ഷെ ഒരിക്കലും എനിക്ക് ഈ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം വലിയതാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ എങ്ങനെ അതിനെ ചെറുതായി മുറിക്കാൻ സാധിക്കും. ഹൗ വി ക്യാൻ മേക്ക് ഇറ്റ് സ്മോളർ ടാസ്ക്. ഈ വലിയ ലക്ഷ്യത്തെ, വലിയ ടാസ്കിനെ എത്രമാത്രം ചെറുതാക്കി മാറ്റുവാൻ സാധിക്കുമോ അതാണ് ഇതിൻ്റെ ഏറ്റവും എസൻസ് ആയിട്ടുള്ള കാര്യമെന്ന് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു 50 കിലോ കുറയ്ക്കണമെന്ന് അല്ലെങ്കിൽ 30 കിലോ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ 30 കിലോയെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാകുകയില്ല. അതിന് പകരം ഒരു മാസത്തിൽ 1 കിലോ കുറയ്ക്കാനോ 2 കിലോ കുറയ്ക്കാനോ ഉള്ള ഒരു പ്ലാനിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്, വലിയ ലക്ഷ്യം ആദ്യം വെച്ച ശേഷം ആ വലിയ ലക്ഷ്യത്തെ ചെറു ലക്ഷ്യമാക്കി മാറ്റുകയും അതനുസരിച്ച് ഡെയിലി ഗോൾ സെറ്റ് ചെയ്യുകയും പിന്നീട് വലിയ ലക്ഷ്യത്തെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഓർക്കുക, നിങ്ങൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ആളാണ്, പണം ഉണ്ടാക്കാൻ പോകുന്ന ആളാണ്, ജോലി വേണ്ട ആളാണ്, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലക്ഷ്യത്തെ ചെറുതായി കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? വേറെ കുറേ ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ എങ്ങനെ അവരുടെ ലക്ഷ്യത്തെ ചെറുതാക്കാൻ സാധിക്കും? ഇപ്പോൾ 7 മണിക്ക് എഴുന്നേൽക്കുന്നയാൾ നാളെ മുതൽ 5 മണിക്ക് 4 മണിക്ക് എഴുന്നേൽക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ ഒരു 10 മിനിറ്റ് മുമ്പ് എഴുന്നേൽക്കുക, പിന്നീട് 15 മിനിറ്റ് ആക്കി, 20 മിനിറ്റ് ആക്കി. അങ്ങനെ ലക്ഷ്യത്തെ ചെറുതാക്കാൻ സാധിക്കുമോ? വെയിറ്റ് കുറയ്ക്കുന്ന ആളും അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ ആ രീതി ചിന്തിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾസ് പലർക്കും ഇല്ല എന്നതാണ്. ഇപ്പോൾ ഞാൻ ഇക്കിഗായിയെ കുറിച്ച് പറയുമ്പോൾ, ഒക്കിനാവ ഐലൻഡിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഫൈൻഡ് സം റീസൺസ് ടു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, എവറി മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല എന്നുള്ള സത്യമാണ്. ഇത് ഒരു ധാരാളം സ്റ്റഡി നടന്നിട്ടുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട്, ഒരു 95% ആളുകൾക്കും രാവിലെ എന്തിനാണ് എഴുന്നേൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തിനാണ് ജോലിക്ക് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺസ് ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ സ്പെസിഫിക് ആക്കാൻ സാധിക്കുമോ? ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്മാർട്ട് ഗോൾസ് എന്നെല്ലാം പറയും. അപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത്, എൻ്റെ ലക്ഷ്യം കൃത്യമാണോ, വളരെ സ്പെസിഫിക് ആണോ? ഈ ലക്ഷ്യം എന്ന് പറയുമ്പോൾ വലിയ ലക്ഷ്യവും ചെറിയ ലക്ഷ്യവും നമുക്ക് കാണേണ്ട ആവശ്യമാണ്. ഈ കാര്യം തീർച്ചയായും നാം മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പറയാം. അത് ഇപ്പോൾ ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്നുള്ള പുസ്തകം ഞാൻ പല പ്രാവശ്യം റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ പല ഗോൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല ടാസ്കുകൾ ഉണ്ടാവും. ചിലർക്ക് 5 എണ്ണമായിരിക്കാം, 10 എണ്ണമായിരിക്കാം, 15 എണ്ണമായിരിക്കാം. അപ്പോൾ ഈ ടാസ്ക് ലിസ്റ്റിൽ പലപ്പോഴും നാം പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന പതിവുണ്ട്. ഈ മാറ്റിവെക്കുമ്പോൾ ചിലപ്പോൾ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും മാറ്റിവെക്കുന്നത്, വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമായിരിക്കും മാറ്റിവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നത്, ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ആ ഫ്രോഗ് എന്ന് പറയുന്നത് ഏറ്റവും അഗ്ലി ആയിട്ടുള്ള ഫ്രോഗാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ഏറ്റവും ആദ്യം ചെയ്യാനായിട്ടാണ് പറയുന്നത്. പലപ്പോഴും ഡിഫിക്കൽട്ട് ആ ടാസ്ക് അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയും വിൽ പവർ മൊത്തം തീർന്നു പോയ ശേഷം ആ ടാസ്കിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ആശയത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളെ ആദ്യം ചെയ്യുക. ഇത് ഞാൻ പറയുന്നത് ഡെയിലി നിങ്ങൾക്ക് ഓഫീസുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പല കാര്യങ്ങളും പിന്നീട് മാറ്റി വെച്ച് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെ ആദ്യം ചെയ്യുക. അതിന് ഐസൻഹോവർ പ്രിൻസിപ്പിൾ എന്നുള്ള പ്രിൻസിപ്പിൾ കൂടിയുണ്ട്. നിങ്ങളുടെ ടാസ്കുകൾ നിങ്ങൾ ഒരു ലിസ്റ്റ് ആക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ്, അർജൻറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും അർജൻറ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കുകയും അത് ആദ്യം ചെയ്യുകയും ചെയ്യുന്ന ഐസൻഹോവർ ഫോർമുല അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും ആവശ്യമാണ്. നിങ്ങൾക്ക് പല ഹാബിറ്റുകൾ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ടാകാം,
പ്രോക്രാസ്റ്റിനേഷൻ മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടാകും എങ്കിൽ തീർച്ചയായും എൻ്റെ 3 സ്റ്റെപ്പ് ഫോർമുല എന്ന് പറയുന്ന ഒരു കൺസൾട്ടേഷൻ വർക്ക്ഷോപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ഏത് ഹാബിറ്റും മാറ്റുന്നതിനൊപ്പം തന്നെ നല്ല പുതിയ ഹാബിറ്റ് കൊണ്ടുവരുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാനും സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ. നല്ല ദിനം നേരുന്നു. എല്ലാ ആശംസകളും.